ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി സ്ട്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോഴെല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് ഈ കടലക്കറിയുടെ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിലാണ് കടല എടുത്തിരിക്കുന്നത്. തലേ ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ്, വെള്ളക്കടലയാണ്. അത് നമ്മൾ കുക്കറിലോട്ട് ഒരു 3 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. നമ്മളിവിടെ കടല കുക്കറിലോട്ട് വെച്ചിട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു 5 വിസിൽ കേൾക്കുന്നവരെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആവി മൊത്തം പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. എന്നാലേ കടല ശരിയായ രീതിയിൽ വെന്ത് വരികയുള്ളൂ. അപ്പം കടലക്കറിയിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത്, ചെറുതാണെങ്കിൽ 2 തക്കാളി, വലുതാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാവും. പിന്നീട് വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം മുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മസാല, പിന്നീട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ്. പിന്നീട് ആദ്യമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? സവാള. 2 ചെറുതല്ല, ഒരു ഇടത്തര സവാള 2 എണ്ണം നമ്മൾ അരിഞ്ഞ്, അത് കുനുകുനെ അരിഞ്ഞതായിരിക്കണം, അരിഞ്ഞ് വഴറ്റി എടുക്കാം. അപ്പം ഗൈസ്, നമ്മൾ ഈ പാത്രത്തിലാണ് കടലക്കറി വയ്ക്കാൻ പോകുന്നത്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ടൊരു 3-4 സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അത് പൊട്ടിക്കാനായിട്ടിടാം. മുളക് അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നീട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഗൈസ്, നമ്മുടെ സവാള വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പ് ചേർക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഇങ്ങനെ കട്ട് ചെയ്തത് മിക്സിയിലോട്ട് ഇടുക. പിന്നീട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കും. അതിൻ്റെ കൂടെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, പിന്നീട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് വെള്ളം ചേർക്കണ്ട, കാരണം തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിതിന് വെള്ളം ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെ മസാലയെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്താണ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഉപ്പോ എരിയോ മുളകൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് കറി എല്ലാം ശരിയാക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഞാനൊരു ഏകദേശം കണക്ക് 250 ഗ്രാം കടലയ്ക്ക് വേണമെന്ന് ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് നന്നായിട്ട് ഈ പച്ചമണം മാറുന്ന കണക്ക് ഒന്ന് ഈ മസാലയുടെ പച്ചമണം ഉണ്ടല്ലോ, ഈ മുളക് പൊടിയുടെ അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനായിട്ട്
നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് വരുന്നെങ്കിൽ വെന്തിട്ടുണ്ടാവും. നമുക്ക് കടല ഇതിലോട്ട് ഒഴിക്കാം. കടല വേവിച്ച വെള്ളം കളയണ്ട, അതും കൂടെ ചേർത്തങ്ങ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോഴും തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോഴും തീ കൂട്ടി വെച്ച് വേണം ഇളക്കി യോജിപ്പിക്കാൻ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലെ വെള്ളം ഒരല്പം വറ്റി കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വേവിക്കാം. അപ്പം നമ്മൾ 2 മിനിറ്റോളം മതിയാവും ഇങ്ങനെ അടച്ച് വേവിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ടാവും. നമുക്കിത് തുറന്ന് നോക്കാം. ശരിയാണ്, നമ്മളെ കടലക്കറി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് മല്ലിയില. മല്ലിയില തൂവി കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിക്കാം. അപ്പം ഗൈസ്, നമ്മുടെ കടലക്കറി ഓക്കെ ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലോട്ടോ മറ്റോ സെർവ് ചെയ്ത് വയ്ക്കാം. സെർവ് ചെയ്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വിളമ്പാനായിട്ട് ഉപയോഗിക്കാം. അപ്പം ഗൈസ്, വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടലക്കറിയിൽ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം 1 കപ്പ് 1/2 കപ്പോ തേങ്ങാപ്പാൽ, അത് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്, അവരവരുടെ ഇഷ്ടം പോലെ. ചിലർക്ക് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഇത്തിരി തോനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാൻ പറയാനായിട്ട് വിട്ടുപോയി, ഈ സവാള വഴറ്റുന്ന സമയത്ത് 2 ഏലക്കായും 3 ഗ്രാമ്പൂവും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴിത് കടലയ്ക്ക് ഇതൊരുപാട് ടേസ്റ്റ് കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, കടലക്കറിയോടൊപ്പം ഇന്ന് അപ്പമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അപ്പവും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. ഒഴിക്കുക. കറക്കുക. ഇനി അടച്ചു വയ്ക്കുക. ഒഴിക്കുക. ഇങ്ങനെ ചുറ്റുക. ഇനി അടച്ചു വെച്ച് വേവിക്കുക. അപ്പം ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ കടലക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും കാണണം, ഫോളോ ചെയ്യണം. നല്ല അടിപൊളിയൊരു അപ്പമൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനും നിധിയും കൂടെ അത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേരറിയാമല്ലോ, അശ്വതീസ് ഡ്രീം വിത്ത് നിധി. അപ്പോൾ വൺസ് അഗൈൻ ടാറ്റ, ബൈ ബൈ.